ഹലോ സുഹൃത്തുക്കളെ, ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മളെ വർക്ക് ചെയ്യണ ഷോപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. രാവിലത്തെ പെരേന്ന് പോകുന്ന വിഷ്വൽസ് ഒന്നും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടില്ല. കാരണം ബസ്സിൽ തിരക്ക് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മളൊന്നും ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് നമ്മളെ ഷോപ്പിലാണത്. ഇതാണ് എൻ്റെ ഷോപ്പ്, പ്ലാസ കർട്ടൻ ഫർണിഷിങ്. അതായത് മഞ്ചേരി ജസീല ബൈപ്പാസ് നേരെ ലെഫ്റ്റിക്ക് പോന്നിട്ട് കുറച്ചൊരു 100 മീറ്റർ കഴിഞ്ഞാലാണ് എൻ്റെ ഷോപ്പ് വരുന്നത്. ഓക്കെ, പ്ലാസ കർട്ടൻ ആൻഡ് ഫർണിഷിങ്, കർട്ടൻ്റെ ഷോപ്പാണ്. ഇപ്പോൾ കയറി വെക്കാം. ഇവിടെ നമ്മളെ സെയിൽസിൽ നിൽക്കണ നമ്മളെ ഷെഫി ഉണ്ട്. ഹായ്. അങ്ങനെ നമ്മൾ ഷോപ്പിലെത്തി. ഷെഫിയുടെ അപ്പുറത്ത് ഉള്ളതുണ്ട്, എന്തോ പണിയിലാണ്. ഇനി നമ്മള് സിസ്റ്റം ഓപ്പൺ ആക്കട്ടെ. സിസ്റ്റം ഓപ്പൺ ആക്കിയിട്ട് വേണം. നമ്മളത് പറഞ്ഞാൽ ഈസി ബിസ് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ സിസ്റ്റം അവിടെ ഓപ്പൺ ആവും. നമ്മളെ ഷോപ്പിലത്തെ മാനേജറും അതുപോലെ തന്നെ ഇവിടെ സെയിൽസിലൊക്കെ ഒരാൾ ലീവാണ്. ഇന്ന് ഞാനും ഷെഫിനും ഉള്ളൂ. ഇന്നത്തെ പണിയൊക്കെ നമ്മളെന്നെ എടുക്കണം. നമ്മളെ സിസ്റ്റം ഓപ്പൺ ആണ് കേട്ടോ. എല്ലാവിധ കർട്ടൻസും ഏത് കളറിലും ഏത് തുണിയിലും ഇവിടെ അവൈലബിൾ ആണ്. നീക്കണ ടൈപ്പ് ഉണ്ട്, സൈഡിലേക്ക് നീക്കണ ടൈപ്പ് ഉണ്ട്, അതുപോലെ എല്ലാ ടൈപ്പും ഉണ്ട്. ഇതൊക്കെ ഡിസ്പ്ലേ മോഡലാണ്. വേണ്ടവരൊക്കെ കോണ്ടാക്ട് ചെയ്യാം. സിസ്റ്റം തുറന്നിട്ടുണ്ട്. സിസ്റ്റം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് ബില്ലടിക്കണ സോഫ്റ്റ്വെയർ, ബ്ലൈൻഡ്സ്. അപ്പോൾ അതിന് ഓപ്പൺ ആകട്ടെ. അത് ഓപ്പൺ ചെയ്യട്ടെ. നമ്മളെ സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ച ടാലിയാണ്. പക്ഷെ ഓരോ കമ്പനിയിലും ഓരോ ഷോപ്പിലും ഓരോ സോഫ്റ്റ്വെയർ ആയിരിക്കുമല്ലോ. നമ്മളെ പഠിച്ച സോഫ്റ്റ്വെയർ പോലും കാര്യമില്ലല്ലോ. അതിലായിരുന്നാല് ഓരോ ഇഷ്ടത്തിലുള്ള സോഫ്റ്റ്വെയർ അല്ലേ ചൂസ് ചെയ്യാം. അപ്പം അങ്ങനെയൊക്കെയാണ് ഗൈസ്. നമ്മൾ ഇതാണ് ബിൽ സെക്ഷൻ. ഇത് നമ്മൾ ബില്ലടിക്കുന്നത് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഒരു പണി കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ എക്സ്പെൻസ് കാര്യങ്ങളൊക്കെ എക്സലിലാണ് കേട്ടത്. അപ്പം അതിന് ഒരു ഇതോടെ എടുക്കട്ടെ. ഇത് നേരെ കൊണ്ടൊന്ന് കോപ്പി പേസ്റ്റ് അടിക്കുക. കോപ്പി നേരെ കൊണ്ടൊന്ന് ജോണിക്കിടുക. ഇവിടെ ജോണിക്കിടുക, പേസ്റ്റ് ആക്കുക, പേസ്റ്റ് ചെയ്യുക, റോഡ് ക്ലിക്ക് ചെയ്യുക. പിന്നെ മടിക്കാൻ ഇന്നിപ്പോൾ ഇത്ര ഡേറ്റ് 13 അല്ലേ? 13/1/2026 സാറ്റർഡേ. ഇതിൻ്റെ ഉള്ളിൽ കയറാണ്ട് ഉള്ളിൽ ഡേറ്റ് കൂടി മാറ്റാണ്ട് ഇവിടെ നമ്മൾ ഡേറ്റ് കൊടുക്കണം. ഇവിടെ മറ്റേ ഡേറ്റ് അടിക്കാം. 13/6/2026 സാറ്റർഡേ. നമ്മൾ രാവിലെ വന്നാണ്ട് ചെയ്യേണ്ട പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. ബില്ലടിക്കണ അത് ഓപ്പൺ ആക്കി. അതുപോലെ എക്സ്പെൻസുകളായിട്ടുള്ള എക്സൽ ഷീറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി കസ്റ്റമർ വരുമ്പോൾ നമുക്ക് പണി ഉണ്ടാകാം.
അതുവരെ നമുക്ക് ഫ്രീ ടൈമാണ്, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെയാണ്. ഇവിടെന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് കർട്ടൻസും കിട്ടും, അവൈലബിൾ ആണ്. എല്ലാ ക്ലോത്തും ഉണ്ട്. അവനാണ് വേണ്ട ക്ലോത്ത് വന്നാണ്ട് സെലക്ട് ചെയ്താണ് അതിനെ പോലാണ് കർട്ടന്. ഇവിടെ ക്ലോത്ത് മാത്രമേ ഉള്ളൂ. ക്ലോത്ത് എത്ര മീറ്ററാണ് വേണ്ടതെന്ന് വെച്ചാൽ ഒരു തുണി സെലക്ട് ചെയ്തിട്ട് എത്ര മീറ്ററാണ് വേണ്ടി വെച്ചാൽ അതാണ് വന്ന് ആൾക്കാർ കൊണ്ടുപോകുന്നത്. പിന്നെ അതിനകത്ത് ബാക്കി കാര്യങ്ങളൊക്കെ കൊടുക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ പുറത്ത് ഷോപ്പിൽ നിന്ന് വാങ്ങണം, ഒന്നും ഇവിടെല്ല. മഞ്ചേരി ജസീല ബൈപ്പാസിൽ നിന്ന് നേരെ പണിക്കാർ കൊണ്ട് കുറച്ച് കയറിയിട്ട് റൈറ്റ് ലൈനാണ് നമ്മുടെ ഷോപ്പ് വരാം കേട്ടോ. മസ്റ്റ് എല്ലാവരും വിസിറ്റ് ചെയ്യാം. ഇന്നിപ്പോൾ ശനിയാഴ്ച ആണ്, ഇന്നിപ്പോൾ ഇനി സെയിലൊക്കെ ഉണ്ടാവും അറിയില്ല. ഇവിടെ പൊതുവെ ശനിയാഴ്ചയൊക്കെ സെയില് കുറവാന്നുള്ളൊരു അഭിപ്രായമാണ് ഇവിടുത്തെ ആൾക്കാർക്കൊക്കെ, അങ്ങനെ അറിയില്ല. ചെറിയൊരു പണിയും കൂടി ഉണ്ട്, വരാം. ഓക്കെ, നമ്മൾ ഫ്രീ ആയിട്ടുണ്ട്. അപ്പം ചെന്നാണ്ട് കുറച്ച് ചെയ്യേണ്ട വർക്കുകളുണ്ടല്ലോ, അതൊക്കെ ചെയ്ത് വെച്ചാണ്. ഇനിയിപ്പം കസ്റ്റമർ വരുമ്പോൾ ബില്ലടിച്ചു കൊടുക്കുക, എക്സ്പെൻസ് ആളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുക, അങ്ങനത്തെ ഒരു കുഞ്ഞു പണിയാണ് എൻ്റെത്. മാഷാ അല്ലാഹ് കുഴപ്പമൊന്നുമില്ല, റാഹത്തായി പോകുന്നുണ്ട്. നമ്മൾ അവിടുത്തെ പണി എത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഇനിയിപ്പോൾ എന്താ പറയാനുള്ള, ഇനിയിപ്പോൾ കസ്റ്റമറൊക്കെ വരട്ടെ, അപ്പം നോക്കാം. വേൾഡ് കപ്പൊക്കെ തുടങ്ങിയില്ലേ. വേൾഡ് കപ്പിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ 2 കളി കഴിഞ്ഞു അല്ലേ. നമുക്ക് അടിപൊളി കളിയാണ്, ഞാൻ എല്ലാ കളിയും കാണുന്നുണ്ട്. കാരണം ഇത് വേൾഡ് കപ്പ് പറഞ്ഞാൽ എല്ലാ കളിയും കാണണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. ഉണ്ടാവല്ലോ അപ്പം ആ കളി ഒരു രസം ഉണ്ടാവില്ല, ആ ടീമല്ലേ ഈ ടീമല്ലേ പറഞ്ഞാൽ. പക്ഷെ നമ്മൾ ഏതൊക്കെ കളി താത്തി കാണുന്നു ആ കളിക്കാർ അടിപൊളി കളി. ഇപ്പം ഇന്നലെ കാനഡൻ്റെ കളിയാണെങ്കിലും അതുപോലെ തന്നെ ഇന്ന് രാവിലത്തെ USA കാരൊക്കെ അടിപൊളി കളിയാണ്, നല്ല സ്കോറിംഗ് ഉള്ള കളിയാണ് ഇന്നത്തെ രാവിലത്തെ കളിക്കല്ലേ. എല്ലാവരും ഓരോ നേരാണ്, ഓരോരുത്തർക്ക് ഇങ്ങനെ ടൈമിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കും. ഞാൻ ആദ്യം നിർബന്ധിക്കല്ല കേട്ടോ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ കളി കാണുന്നതാണ്. കാരണം വേൾഡ് കപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നാളെല്ലാം കഴിഞ്ഞിട്ട് വരുന്നതാണല്ലോ. അപ്പോൾ ഓരോ കളിക്കും ഓരോ പ്രത്യേകത ഉണ്ടാവും അല്ലേ. കാരണം അത്രയും ഉഷാർ മാച്ചാണ്. നമ്മൾ ഒരു ടീമിന് വില കുറച്ച് കാണണ്ട. ഞാനൊരു അർജന്റീനിയൻ ആരാധകനാണ്, മെസ്സി ഫാനാണ്. നമുക്ക് എത്ര ആയാലും നമുക്ക് അർജന്റീനയുടെ കളി തന്നെയായിരിക്കും എത്ര എങ്ങനെയായാലും നമുക്ക് ഇത് എന്താ പറയാ, അത്രയും ഇമ്പോർട്ടൻ്റ് അർജന്റീനയുടെ കളി തന്നെയായിരിക്കും. ബട്ട് ബാക്കിയുള്ള കളി കൂടി നമുക്ക് കാണാൻ കഴിഞ്ഞാൽ അത്രയും ഉഷാറാവും. കാരണം ഒരു മാസമല്ലേ ഉള്ളൂ. ലോകകപ്പ് എന്നൊക്കെ പറഞ്ഞാൽ കൊല്ലങ്ങളും മാസങ്ങളും തീരുന്ന വേഗം കഴിയും. ഒരു മാസമൊക്കെ ഉണ്ടല്ലോ എന്നൊന്നും വിചാരിച്ചിട്ടുണ്ട, ലോകകപ്പൊക്കെ വേഗം തീരും. കഴിഞ്ഞോലൊക്കെ എല്ലാ കളിയും കാണാൻ ശ്രമിക്കുക. എന്നെ കാണലും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ അലാറൊക്കെ വെച്ചാണ്ട് എല്ലാ കളിയും ആ നേരത്തെ ഒരു അരമണിക്കൂർ മുമ്പേ നീച്ചാണ്ടൊക്കെ കാണുന്നവരുണ്ട്. പിന്നെ അധിക നാട്ടിലും സ്ക്രീനിങ് അതുപോലെ വലിയ സെറ്റപ്പ് ഉണ്ടാവും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എൻ്റെ നാട്ടിലുണ്ട് സ്ക്രീനിങ്. ഇനിയിപ്പോൾ ഇന്ന് പുലർച്ചെ ബ്രസീലിൻ്റെ കളിയുണ്ട്, മൊറോക്കോനോടാണ്. അതൊക്കെ അടിപൊളിയായിരിക്കും. അതൊക്കെ നാട്ടിലത്തെ സ്ക്രീനിൽ പോയിട്ട് തന്നെ ചെക്കന്മാരൊക്കെ ഒപ്പം ഇരുന്ന് കാണണം എന്നാണ്. നാളെ ഞായറാഴ്ചയാണല്ലോ, അപ്പോൾ കളി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് ഉഷാറായിട്ട് ശ്രമിച്ച് കിടക്കും ചെയ്യാം. ഒരു ഫ്രീ ടൈം കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഉഷാറായിട്ട് കാണാം. നല്ലൊരു മാച്ച് ആയിരിക്കും. കാരണം മൊറോക്കോ നല്ല ടീമുണ്ട്, ബ്രസീൽ നല്ല ടീം, ഒരു പോരാട്ടം നമുക്ക് കാണാം അല്ലേ.
പിന്നെ അർജന്റീനന്റെ കളി 17-ാം തീയതി വരുന്നുണ്ട്. പോർച്ചുഗലിന്റെ 17-ാം തീയതി ഉണ്ട്. ഇനി അങ്ങോട്ട് ഇനിയൊന്നല്ല ലോകകപ്പിത്തെ എല്ലാ മാച്ചും അടിപൊളിയാണ്. ഒന്നിനൊന്ന് മെച്ചെന്ന് പറയാം. അത് പിന്നെ എല്ലാ കൊല്ലും നമ്മള് ലോകകപ്പാണ്. അപ്പൊ അതിന്റേതായിട്ടുള്ള ഒരു കളി എല്ലാ ടീമും കളിക്കും. കാരണം യോഗ്യത നേടി വരണല്ലോ, ഒരാളെയും വെറുതെ കയറ്റുന്നതല്ലല്ലോ ലോകകപ്പില്. എല്ലാരും നല്ലോണ്ണം കളിച്ച് യോഗ്യത നേടിയിട്ടാണ് ഓരോ കളി കളിക്കണത് അല്ലേ. ടീമിന് നമ്മള് വില കുറച്ച് കാണണ്ട. അപ്പൊ ഇന്നലെ സൗത്ത് കൊറിയ ജയിച്ചു, അതുപോലെ തന്നെ മെക്സിക്കോ സൗത്ത് ആഫ്രിക്കനോട് ജയിച്ചു, പിന്നെ USA ജയിച്ചു, പിന്നെ കാനഡയും മറ്റേ സമനിലയായി. പക്ഷെ ആ കളിയൊക്കെ ഒന്നിനൊന്ന് മെച്ചാണ്. കാരണം എല്ലാരും ഒന്നിനൊന്ന് മെച്ചായിട്ട് കളിക്കുന്നുണ്ട്. എല്ലാരും എല്ലാ കളിയും കഴിയുന്നോല് എല്ലാരും എല്ലാ കളിയും കാണാൻ ശ്രമിക്കുക. അല്ലാതെ ഓരോരുത്തരെ ഇഷ്ടമാണല്ലോ. അപ്പൊ ചിലവർക്ക് അവനവന്റെ ഇഷ്ട ടീമിന്റെ കളി മാത്രമേ കാണാൻ പോയിരുന്നുള്ളൂ, മറ്റൊക്കെ കാണണ്ട അങ്ങനത്തെ ഒരു ഇതുണ്ടാവും. പക്ഷെ എന്റെ ഒപ്പീനിയൻ എല്ലാ കളിയും കാണുന്നുണ്ട്. കാരണം ലോകകപ്പാണ്, നമുക്ക് 4 കൊല്ലം കഴിഞ്ഞിട്ട് വരുന്നതാണ്. എണീക്കാൻ കഴിയുന്ന ടൈം അതുപോലെ അലാറൊക്കെ വെച്ച് എല്ലാവരും കളിയൊക്കെ കാണാൻ ശ്രമിക്കുക, എല്ലാ കളിയും. കാരണം ഇനിയിപ്പോ കഴിഞ്ഞ അടുത്ത 4 കൊല്ലം 26, 30 ഇനി വരുള്ളൂ. അപ്പൊ അതുവരെ നമ്മള് കാത്തിക്കണം. ഇതൊക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട് കളിക്കണം. ഇനി കുറച്ച് പണിയുണ്ട്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. നമ്മളിപ്പോൾ കുറച്ച് നേരത്തെ വർക്ക് കഴിഞ്ഞപ്പോൾ ഫ്രീ ആയി. നമുക്ക് ഇതിൻ്റെ ഈ ഏരിയ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. നമുക്ക് ഉള്ളിൽ കുറച്ച് ഏരിയ കൂടി ഉണ്ട്, അവിടെ കാണാം. നമ്മുടെ ഷെഫി ഉണ്ട്. ഷെഫിക്ക് വീഡിയോയിൽ വരാൻ താല്പര്യം കുറവുണ്ട്. ഇപ്പം നമ്മൾ ഷെഫിൻ്റെ അടുത്തേക്ക് പോകില്ല. ഇതൊക്കെയാണ് ഇവിടുത്തെ ഐറ്റംസ് കേട്ടോ. എല്ലാവിധ ടൈപ്പ് തുണികളും ഉണ്ട്. പിന്നെ നോർമൽ ടൈപ്പ് ഉണ്ട്, എല്ലാ സെറ്റപ്പും ഉണ്ട്. അപ്പോൾ വേണ്ടവരൊക്കെ പോരാ. എല്ലാ ടൈപ്പും ഉണ്ട്, എല്ലാ കളറും അതിൻ്റെ കളറിൽ കൊണ്ടുപോകാം. എല്ലാ റേറ്റിൻ്റെ ഉണ്ട്. ഓക്കെ. ഒരു നീണ്ടു കിടക്കണ നേരം കണ്ടിട്ടോ. ഇത്രയൊക്കെയാണ് നമ്മളെ ഷോപ്പിൻ്റെ ഇവിടുത്തെ കാര്യങ്ങൾ വരുന്നത്. കറക്റ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ബന്ധപ്പെടാം. ഇവിടെയാണ് നമ്മളെ ഷെഫി കുത്തർക്കൽ. ഞാനിവിടെ പുറത്താണ്, സെക്ഷനാണ്. ഇവിടെയാണ് നമ്മളെ സെക്ഷൻ. ഇപ്പോൾ കസ്റ്റമർ കുറച്ച് കുറവുണ്ട്, അപ്പം ഇങ്ങനെ വീഡിയോ എടുക്കാൻ ഇങ്ങനെ ഇറങ്ങിയതാണ്. അമ്പലത്തോടെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊക്കെ ഓരോ ബണ്ടിലാണ്. ഈ സാധനങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ അടുത്ത് തന്നെ സ്റ്റാൻഡിൻ്റെ അവിടെ ഒരു ഷോപ്പുണ്ട്, അവിടുന്ന് ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യലാണ്. ഇതൊക്കെ ഓരോ തുണികളാട്ടോ. ഇതിനൊക്കെ ഓരോ പേരാണ്, ഓരോ പേരുണ്ട്. ഇത്രയൊക്കെ നമ്മളെ ഷോപ്പിന്റെ കാര്യങ്ങള്. അതാ ഓട്ടോ സ്റ്റാൻഡ് നീണ്ടു നിവർന്ന് കിടക്കുന്ന ഓട്ടോ നിരയാണ് കാണുന്നത്. ഇനിയിപ്പൊ നേരം പോണം, വൈകുന്നേരം ആണ്ടേ. നമ്മളെ വർക്കിംഗ് ടൈം വരുന്നത് ഇവിടെ 9:30 to 7 ആണ്. 9:30 to 7 വരെ ഉണ്ട്. നമ്മളൊരു 20 ഒക്കെ ആകുമ്പോഴത്തേനും ഇറങ്ങും. അപ്പോൾ ഇതൊക്കെ കാറ്റലോഗാട്ടോ, ഓരോ ഇതിൻ്റെ കാറ്റലോഗാണ്. എല്ലാവിധ ടൈപ്പ് ഇവിടെ ഉണ്ട്. ഓരോ കാറ്റലോഗാട്ടോ, ഓരോ പേരാണല്ലേ. നാച്ചുറല് അതുപോലെ കുറേ പേരിലൂടെ പല ടൈപ്പ് തുണി കാറ്റലോഗുണ്ട്. ഇത് നോക്കിയാണ്ടാണ് ഓരോരുത്തർ സെലക്ട് ചെയ്യുക ഏത് തുണി വേണമെന്നുള്ളത്. ആദ്യം ഒരു കാറ്റലോഗ് ചോദിച്ചു, അപ്പോൾ അതിന് ഓരോന്ന് സെലക്ട് ചെയ്താണ്ട് ആ തുണിയാണ് പിന്നെ ഇവിടുന്ന് കട്ട് ചെയ്തവർ കൊണ്ടുപോവാ. അപ്പം അങ്ങനെയൊക്കെയാണ്. ഏതായാലും ഇന്ന് കസ്റ്റമറായി തുടങ്ങണം. 1-2 കസ്റ്റമർ വന്ന് പോയി. നേരം കുറച്ചായി, 12-1 മണി ആവാനായി. കസ്റ്റമർ വന്നിട്ട് നോക്കാം.
ടൈം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. നമുക്ക് കുഴപ്പമില്ല. സെയില് സെയിലൊക്കെ ഏകദേശം കുറച്ചായിട്ടുണ്ട്. ഇനിയിപ്പോൾ വെയില് ഈ ഉച്ചൻ്റെ നേരം കഴിയണം. അപ്പം പിന്നെ മഴക്കാലമൊക്കെ അല്ലേ, അപ്പം ആൾക്കാരെല്ലാം എത്തി കിട്ടാനും ഒക്കെ പണിയാണ്. അപ്പോൾ ഷെഫിയുടെ അപ്പുറത്തുണ്ട്. ഷെഫിക്ക് വീഡിയോയിൽ വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഒരാൾ ബുദ്ധിമുട്ടാക്കാൻ പറഞ്ഞു. ഷെഫിനോട് പറഞ്ഞു ഈ വീഡിയോ എടുത്തോ, പ്രശ്നമില്ല, ഇന്നയിൽ ഉൾപ്പെടുത്താൻ അതിന് പറഞ്ഞു. അവിടെ അപ്പുറത്തുണ്ട്. ഞങ്ങൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ ഷെഫിൻ്റെ അടുത്ത് സംസാരിക്കും ഫ്രീ എടുക്കുന്ന ടൈമിലൊക്കെ. വെറുതെ പോസ്റ്റ് അയക്കണ്ടല്ലോ, അങ്ങനെയൊക്കെയാണ്. ഏകദേശം ടൈം 1:30-2 മണി ആവാനായിട്ടുണ്ട്. ഇപ്പം ഒരു 3 മണി 3:30-4 മണിക്കൊക്കെ ശേഷം ആൾക്കാർ വീടുള്ളൂ. പിന്നെ അത് നേരെ 7:45 ആകുമ്പോഴത്തേന് ഷോപ്പ് എടുക്കും. ഞാനൊരു 20 ആകുമ്പോഴത്തേന് ഇറങ്ങും. അങ്ങനെയൊക്കെയാണ് നമ്മളൊരു കഥ. നമ്മളിപ്പോഴത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ കോഴിക്കോടാണ് നമ്മളെ ഷോപ്പിന്റെ മെയിൻ ബ്രാഞ്ച് വരുന്നത്. ഇവിടെ ജസ്റ്റ് അതിന്റെ ശാഖ എന്നുള്ളൂ. മെയിനായിട്ട് വരുന്നത് കോഴിക്കോടാണ്. കോഴിക്കോടുള്ള അക്കൗണ്ടന്റ് വിളിച്ചാണ്ട് മാർച്ചിലെല്ലാ ബില്ലിന്റെ പ്രിന്റും തയ്ക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം കുറച്ച് ഒരു മാസത്തെ മൊത്തം ബില്ലെടുത്ത് പ്രിന്റെടുത്ത് അങ്ങോട്ട് സാധനം കൊടുത്തേക്കാണ്. അപ്പം അതിനൊക്കെ പ്രിന്റൊക്കെ എടുത്ത് കൊടുക്കാം. അതിൻ്റെ ഓക്കെ. അപ്പോൾ ഏകദേശം മാർച്ച് 11 ആയിട്ടുള്ളൂ. മാർച്ച് 31 വരെയുള്ള ബില്ല് കിട്ടണം. അത് കഴിഞ്ഞിട്ട് വരാം. ഓക്കെ. ഇനിയിപ്പം ഫുഡ് കഴിച്ചിട്ടില്ല. ഏകദേശം 2:30-3 മണിക്കാനായിട്ടുണ്ട്. ഇവിടെ പിന്നെ അന്ന് ഒരാൾ ലീവായതുകൊണ്ട് നമുക്ക് അതിനനുസരിച്ച് ഫുഡ് കഴിക്കാൻ ഇറങ്ങുകയുള്ളൂ. കുഴപ്പമില്ല, കഴിക്കാം. ഫുഡല്ലേ. കസ്റ്റമറൊക്കെ കുറവാണ്, ശനിയാഴ്ച അല്ലേ. ഇന്നലെ ഒന്നും പിന്നെ കുഴപ്പമില്ലാത്ത കസ്റ്റമർ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഉള്ളിലൊരു കസ്റ്റമർ വന്നിട്ടുണ്ട്. ഷെഫ് ഡീൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ അതിൻ്റെ ബില്ലടിക്കാണ്ടാവും, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടൈം ഏകദേശം 3 മണിൻ്റെ അടുത്തായിട്ടുണ്ട്. നമ്മൾ ഫുഡ് കഴിക്കാട്ടോ. നമ്മൾ ഫുഡ് കഴിക്കണമെന്ന് വെച്ചാൽ നമ്മളെ ഷോപ്പിൻ്റെ ബാക്കിൽ ഇതിൻ്റെ ഒരു ഗോഡൗൺ ഉണ്ട്. ഇതിൻ്റെ ഗോഡൗൺ കേട്ടോ. ഇതിന് മുകളിലേക്ക് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. നമ്മളിവിടുന്നാണ് കഴിക്കൽ. ഫുഡ് നമ്മൾ കൊണ്ടുവരലാണ്. ഒരു ടിഫിൻ ബോക്സിൽ ഫുഡ് നമ്മൾ കൊണ്ടുവരലാണ്. ഷോപ്പിൻ്റെ ഗോഡൗൺ ഒന്ന് റിനോവേഷൻ ചെയ്യാനാകെ പൊടിയൊക്കെ പിടിച്ച് കിടക്കുക. നമ്മൾ ഇവിടെ നിന്നാണ് കഴിക്കൽ. ഒരു കസേര ഉണ്ട്, കുടിക്കാനുള്ള വെള്ളം നമ്മൾ ആദ്യം കൊണ്ടുവച്ചാണ്. ഇനി കഴിക്കണം. ഇന്ന് കുറച്ച് പണി ഉണ്ടായിന്, അതാണ് ഈ 3 മണിയൊക്കെ ആയത് കഴിക്കാൻ. ഇനി കഴിക്കട്ടെ, വിശക്കുണ്ട്. ഒരു നൂരട്ടെ. ഇന്നെന്താ, ഞാൻ പിന്നെ കൂട്ടാൻ എന്താണെന്ന് നോക്കലൊന്നുമില്ല. ഉമ്മച്ചിയോട് ചോറായോ ചോദിച്ചു. ഉമ്മച്ചി ഇതിങ്ങനെ ഒരു കീസ് കെട്ടിയാണ് തരും. അത് രാവിലെ വരുമ്പോൾ എടുത്ത് പോരുന്നല്ലാതെ ഇന്നെന്താ കൂട്ടാൻ അതുപോലെ എന്താണെന്ന് ചോദിക്കലൊന്നുമില്ല. ഇന്നിപ്പോൾ അതൊക്കെ എന്താ ഉണ്ടാവുമെന്ന് അറിയില്ല. വെത്തില്ലേലും തേങ്ങാ ചമ്മന്തിയിലും ഉമ്മച്ചി ഉണ്ടാക്കി തരും, അത് വേറെ വിഷയം. ഉമ്മച്ചിനെ തേങ്ങാ ചമ്മന്തി അടിപൊളി കേട്ടോ. എന്താണെന്ന് അറിയില്ല, നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഓ, ഇപ്പം കാണിച്ചര. നമ്മൾ പ്രതീക്ഷിക്കാത്ത സാധനം കേട്ടോ. ഞാൻ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എന്താ വെച്ചാൽ ബീഫുണ്ട്. ഇന്നലെ വെള്ളിയാഴ്ച അല്ലേ, അപ്പം ഞാൻ ഇന്നലെ സാധാരണ ഞങ്ങളോട് എന്താണെന്ന് വെച്ചാൽ വെള്ളിയാഴ്ച തന്നെ രാത്രി ആകുമ്പോഴത്തേന് തന്നെ ബീഫ് കഴിയും. അപ്പോൾ ഞാൻ എനിക്ക് ഇന്നലെ ഒരു ഇവിടുന്ന് വർക്ക് ചെയ്യേണ്ട ഒരു പ്രോഗ്രാം ഉണ്ടായിന്. കോഴിക്കോട് ഈശ്ശേരി ഒരു പ്രോഗ്രാം ഉണ്ടായിന്.
ഞാനിന് പോയപ്പം എൻ്റെ ബാക്കിയുള്ള ഇറച്ചി കഷ്ണം ഇട്ടത്. അപ്പോൾ ഇറച്ചിയുണ്ട്, നല്ല മുട്ടക്കറിയുണ്ട്. അപ്പോൾ ഇതിൽ കഴിക്കട്ടോ. ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഷോപ്പിൽ പോയിട്ട് വേണം ഷെഫീഖിന് ഫുഡ് കഴിക്കാൻ പോകാൻ. ഇന്ന് ഓൾറെഡി ചികിത്സ നിൽക്കുന്ന ഒരാളില്ല. അപ്പോൾ പിന്നെ രണ്ടാളും പാടെ ഫുഡ് കഴിക്കാൻ പോയാൽ ഷോപ്പിൽ ആരും ഉണ്ടാവില്ല. ഓക്കെ, അപ്പം അതാണ് ഫുഡ് കഴിക്കണം കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചു. ഇനി നമുക്ക് നിസ്കരിക്കാണ്ട് നമ്മൾ പള്ളിയിൽ പോകാൻ നിൽക്കുകയാണ്. ഏത് പള്ളിയൊക്കെ പോകണമെന്ന് വെച്ചാൽ ഇവിടെ മേലാക്കം ജുമാ മസ്ജിദൊക്കെ നമ്മൾ പോണേ. ഇവിടെ തന്നെയാണ് പള്ളി. ഒരു 50 മീറ്ററൊക്കെ നടക്കാനുള്ളൂ. അപ്പം പള്ളിയിൽ പോയിട്ട് വേണം, എനിക്ക് പള്ളിയിൽ പോയിട്ട് തിരിച്ച് ഷോപ്പ് എത്തിയിട്ട് വേണം ഷെഫീഖിന് ഫുഡ് കഴിക്കാനും നിസ്കരിക്കാനും ഒക്കെ പോകാൻ. നല്ല വെയിലാട്ടോ, ഒന്നും മഴല്ല, കിടിലൻ വെയിലാ. വെയിലോ വെയില്. നല്ല ഡ്രസ്സും കൂടെയൊക്കെ ഉണ്ട് കേട്ടോ, അടിപൊളി ഡ്രസ്സും കൂടെ കേട്ടോ. ഇതാണ് നമ്മുടെ പള്ളി, മേലാക്കം ജുമാ മസ്ജിദാട്ടത്. ഇവിടുത്തെ മഹല്ല് പള്ളിയത്. ഏതായാലും നമ്മൾ നിസ്കരിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ നിസ്കരിച്ചു. ഇനിയിപ്പോൾ നമ്മളവിടെ ഷോപ്പിൻ്റെ അടുത്തെത്തി. ഇനി ഷോപ്പിൽ പോട്ടെ, ഷെഫീഖിനും ഫുഡ് കഴിക്കാനും നിസ്കരിക്കാനൊക്കെ പോകാണ്ട്. അപ്പോൾ നമ്മൾ പോവാണ്. നമ്മളെ ഷോപ്പിലേക്ക് തന്നെ തിരിച്ച് തിരികെയാണ്. ഏകദേശം ടൈം 3:30 ആയിട്ടുണ്ട്. അപ്പം കസ്റ്റമർ കുറവാണ്. സീനൊന്നുമില്ല, കുഴപ്പമില്ല. എന്നാലും ഒന്നും അത്ര കസ്റ്റമറൊന്നും ഇല്ല. ശനിയാഴ്ച അല്ലേ, അപ്പോൾ ഒരു 7 മണി മേഖലൊക്കെ ആകുമ്പോഴത്തേന് നമുക്ക് ഇവിടെ ഇറങ്ങാൻ കഴിയും. നമുക്ക് കോഴിക്കോട് ഷോപ്പൊക്കെ ഒരു സാധനം കൊടുക്കാണ്ടായിനി, ബസ്സിന് കയറ്റി വിടാണ്ടായിനി. അപ്പം നമ്മൾ അവിടുന്ന് കൊടുത്തു വന്നുകൊണ്ട് നിൽക്കുകയാണ്. നമ്മുടെ ഷോപ്പിൻ്റെ അടുത്ത് എത്താനായി. ഇത് സെയിൽസിൽ നിൽക്കുന്ന ഒരാൾ ലീവായോണ്ട് 3:30 മണിയാണ് എടുക്കണത്. അതായത് ഇവിടുന്ന് സാധനം കർട്ടൻ അവിടെ സ്റ്റാൻഡിൽ കൊണ്ടുപോയി കൊടുക്കുക. സ്റ്റാൻഡിൽ ബസ്സാരി കൊടുക്കുക. ഓരോ എവിടെയാണോ ലൊക്കേഷൻ അവിടെ എത്തിച്ചു കൊടുക്കും. നമ്മളവർക്ക് എന്തെങ്കിലും ചില്ലറ കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ഷോപ്പിൽ അങ്ങനെയാണ് ചെയ്യല്. സ്റ്റാൻഡ് പോട്ടെ, മഞ്ചേരി സ്റ്റാൻഡ് പോട്ടെ. നമ്മൾ സാധനമൊക്കെ സ്റ്റാൻഡിൽ കൊടുത്തു. തിരിച്ചു വരുമ്പോൾ ഒരു ഫ്ലക്സ് ആണ് കേട്ടോ ചെക്കൻ്റെ, ഏജാതി വലിപ്പം. ഓ ഏതാ സാധനം, വിഷയം സാധനം. കിഴക്കേത്തലക്കാർ വെച്ചാട്ടത് മോഡ്. ഓ ബക്കാണ് ഇങ്ങനത്തെ ഒരു കട്ടോടെ നോക്കണം. ഏതാ വ്യൂ, മൂഡ് സാധനം, അടിപൊളി. അങ്ങനെ ടൈം ഏകദേശം 7 മണി ആവാനായിട്ടുണ്ട്. നമ്മൾ ഒരു 7:20 ആകുമ്പോഴത്തേന് നമ്മൾ ഇറങ്ങും. ഇന്നത്തെ ഈ ഒരു കുഞ്ഞു വ്ളോഗ് ഇത്രേ ഉള്ളൂ. ഇന്നത്തെ വ്ളോഗ് കൊണ്ട് നമ്മൾ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഷോപ്പിൻ്റെ കാര്യങ്ങൾ ഒക്കെ നിങ്ങൾ അറിയിക്കണം എന്ന് തോന്നി. പിന്നെ പറ്റാ ഇവിടെ എന്തൊക്കെ നടക്കണത്, എന്തൊക്കെ ഇവിടെ ഉള്ളത്, സംഭവങ്ങളൊക്കെ നിങ്ങളൊന്ന് അറിയിക്കാൻ തോന്നി. അതൊരു വ്ളോഗ് മോഡലാക്കി നമുക്ക് ചെയ്യാൻ തോന്നി. അതാണ് ഇന്നത്തെ വ്ളോഗ് ഇങ്ങനെ ചെയ്തത്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും നമ്മളെ ചാനൽ മസ്റ്റായിട്ട് സബ് ചെയ്യാം. നമുക്ക് ഏകദേശം 1K സബ് ആവാനായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സപ്പോർട്ട് തന്നെയാണ് നമ്മൾ വിജയം. ഓക്കെ.
നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരേക്കും സി യു ബൈ.